ക്യാൻസർ രോഗികൾക്ക് ഫ്രീ. നമ്മൾ ഇന്ന് പത്തനംതിട്ട ടൗണിൽ വന്നപ്പോഴേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പച്ചക്കറി കച്ചവടം കൊണ്ട് കേട്ടോ. അതിനകത്ത് എന്നെ ഏറെ ആകർഷിച്ചത് ഈ ഒരു ബോർഡാണ്, ക്യാൻസർ രോഗികൾക്ക് ഫ്രീ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയെ ചുറ്റിപ്പറ്റി കുറേ ഭാഗങ്ങളിലായിട്ട് ഇവരിങ്ങനെ പച്ചക്കറി കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കൂട്ടായ്മയുടെ ഒരു നല്ല ഉദ്ദേശത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട്, നമുക്ക് ആ പുള്ളിക്കാരനോട് ചോദിക്കാം അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങളിപ്പം പത്തനംതിട്ട ജില്ലയിലെ എല്ലായിടത്തും ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾ ഏത് ക്യാൻസർ പരമായിട്ട് ഏത് രോഗികൾ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗജന്യമായിട്ട് അവർക്ക് പച്ചക്കറി കൊടുക്കും? സൗജന്യമായിട്ട് കൊടുക്കും. അവരുടെ ഒരു കാർഡ് എന്തെങ്കിലും അവരുടെ പ്രൂഫ് എല്ലാം കാണിച്ചാൽ മതി. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു രൂപ പോലും വാങ്ങിക്കാതെ സൗജന്യമായിട്ട് എല്ലാം കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് നിലവിൽ മൊത്തത്തിൽ ഇപ്പോൾ എത്ര വണ്ടി ഉണ്ട് ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം? നിങ്ങൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഏത് നാട്ടുകാരാണ്? അങ്ങനെ കുലശേരവതിയിലെ നാട്ടുകാരാണല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ അതോ? മെയിൻ ഷെഫിൻ എന്ന് പറഞ്ഞ ആളുടെ ഇതിൻ്റെ ഇതാണ് മെയിൻ അല്ലേ? ഇതുപോലെ ഒരു കാര്യമാണ്. ഞങ്ങൾ ഇതുപോലെ കച്ചവടം ചെയ്യുന്നപ്പം ഒരാൾ ക്യാൻസർ രോഗിയാണെന്ന് തോന്നുന്നു. അവർ ആശുപത്രിയിൽ പോയിട്ട് വരും. അപ്പോൾ അവർ കുറച്ച് സാധനം മേടിക്കും. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നപോലെ ക്യാൻസർ അപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. അവൻ പിറ്റേ ദിവസം തൊട്ട് പറഞ്ഞു നമുക്ക് ഇതുപോലെ ചെയ്യാം, ഇനി മുതൽ വരുന്ന എല്ലാ ക്യാൻസർ രോഗികൾക്കും ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നത് 2 ആഴ്ചയായി. ഓക്കെ. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾക്ക് എന്തെങ്കിലും വൻ നഷ്ടമോ അങ്ങനെ എന്തെങ്കിലും? നഷ്ടമൊന്നുമില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് നമ്മളെ കൊണ്ട് വരുന്ന സാധ്യതയേ ഉള്ളൂ. നമ്മൾ